നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം തുടങ്ങുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്ന് ചേരുന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സമിതിയിൽ തീരുമാനം ഉണ്ടായേക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗവും ഇന്ന് നടക്കും. രാഹുൽ പേടിച്ചോടിയെന്ന ബിജെപി പരിഹാസവും മതേതര ശക്തികളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ഇടതിനെതിരെ മത്സരിക്കണോ എന്ന ചോദ്യവും പരിഗണിച്ചാകും രാഹുലിന്റെ തീരുമാനം. അമേഠിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നുകൂടി രാഹുൽ ജനവിധി തേടണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടകം സംസ്ഥാനങ്ങളായിരുന്നു പരിഗണനയിൽ. എന്നാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും രാഹുലിനായി കരുതിവെച്ചിരുന്ന സീറ്റുകളിലെല്ലാം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ 9ാമത്തെ സ്ഥാനാർത്ഥി പട്ടികയിലും ഉൾപ്പെടുത്താതെ വയനാട് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തേക്കും. രാഹുൽ വയനാട്ടിൽ മത്സരിച്ചാൽ ദക്ഷിണേന്ത്യയിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ 15 മുതൽ 20 സീറ്റുകൾ വരെ അധികം ലഭിക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. എന്നാൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് പരാജയം ഭയക്കുന്നതുകൊണ്ടാണ് രാഹുൽ സുരക്ഷിത മണ്ഡലം തേടുന്നതെന്ന ബിജെപി ആരോപണം ശക്തമാണ്. മതേതര ശക്തികളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ വയനാട്ടിൽ മത്സരിച്ച് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ഇടതു നേതാക്കളുടെ ചോദ്യവും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സ്വന്തം വിജയത്തെക്കാൾ ദേശീയ തലത്തിൽ പാർട്ടിക്കുണ്ടാകുന്ന മുന്നേറ്റം കൂടി മുന്നിൽ കണ്ടേ രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനമെടുക്കൂ. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. വയനാട്ടിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന രാഹുൽ ഗാന്ധി SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സ്ഥാനാർത്ഥി എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തിടത്താണ് രാഹുൽ ഗാന്ധി BJPയെ നേരിടാൻ എത്തുന്നത് എന്നും കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ന്യൂനപക്ഷ ധ്രുവീകരണമുണ്ടാക്കി ഇടതുപക്ഷത്തെ തകർക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നാണ് കോടിയേരിയുടെ ആരോപണം. UDFൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമുണ്ട്. ഈ മുന്നണിയിൽ മത്സരിക്കാനാണ് രാഹുൽ വരുന്നത്. അങ്ങനെയെങ്കിൽ രാഹുലിനെ തോൽപ്പിച്ച നാടെന്ന ഖ്യാതി കേരളത്തിനുണ്ടാവുമെന്നും കോടിയേരി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയായി, SDPയുടെ സ്ഥാനാർത്ഥിയായി, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി, UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരും എന്നിപ്പോൾ ചില കോൺഗ്രസ് നേതാക്കന്മാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ ഇവിടെ വന്ന് മത്സരിക്കുന്നതിലും നമുക്കൊരു പ്രശ്നവുമില്ല. കാരണം നമുക്കൊരു സൗകര്യം കിട്ടും. എന്താ സൗകര്യം? രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ തോൽപ്പിച്ചു എന്നൊരു പേര് നേടാൻ ഈ കേരളത്തിന് അവസരം കിട്ടും. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുകയാണെങ്കിൽ BJPയെ മടയിൽ പോയി പരാജയപ്പെടുത്തേണ്ടതിന് പകരം താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തിടത്താണ് രാഹുൽ മത്സരിക്കുന്നത്. വടകരയിൽ ആദ്യം പരിഗണിച്ചത് T സിദ്ദിഖിനെയാണ്. എന്നാൽ RSS നിർദ്ദേശത്തെ തുടർന്നാണ് സിദ്ദിഖിനെ മാറ്റിയതെന്നും കോടിയേരി ആരോപിച്ചു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് കോൺഗ്രസും RSSും ഒരുമിക്കുന്നത്. 91-ലെ കോലീബി സഖ്യത്തിന്റെ ഉപജ്ഞാതാവാണ് മുല്ലപ്പള്ളിയെന്നും കോടിയേരി ആരോപിച്ചു. P ജയരാജനെ UDF വ്യക്തിഹത്യ ചെയ്യുന്നു. ഒരു കേസിൽ പ്രതിയായാൽ കൊലയാളിയാകില്ലെന്നും കോടിയേരി വടകരയിൽ പറഞ്ഞു. ന്യൂസ് 18, വടകര. ദേശീയ രാഷ്ട്രീയമാകെ ചുരം കയറി എത്തിയിരിക്കുകയാണ് വയനാട്ടിൽ. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി വയനാട്ടിൽ മത്സരിക്കുമെന്ന വാർത്ത വന്നതു മുതൽ ചർച്ചകൾ ഇതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലെത്തി ബംഗളൂരു സൗത്തിൽ മത്സരിക്കുമെന്ന വാർത്ത കൂടി വന്നപ്പോൾ ശ്രദ്ധ തെക്കേ ഇന്ത്യയിലാകെ എത്തി. രാഹുലിന്റെ വയനാട് വരവ് സംബന്ധിച്ച് പക്ഷേ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല. രാഹുൽ മത്സരിക്കുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ ഉറപ്പ് മാത്രമാണുള്ളത്. ചർച്ചകൾ നടന്നു എന്നല്ലാതെ സ്ഥിരീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് നയപരമായ രാഹുലിന്റെ മത്സരം ശരിയല്ലെന്ന അഭിപ്രായം ഉയർന്നത്. BJPക്കെതിരെ മതേതര ശക്തികളെ ഒന്നിപ്പിക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും നടത്തുന്ന പോരാട്ടത്തിന്റെ കാതൽ കളയുന്നതാണ് രാഹുലിന്റെ വയനാടൻ മത്സരമെന്നാണ് വിമർശനം. ഇത് പരിഗണിച്ചാകുമോ രാഹുലിന്റെ കേരളത്തിലെ മത്സരത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക? ഈ ദിവസം ചർച്ചയാകുന്നതും ഈ വിഷയം തന്നെയായിരിക്കും. രാഹുലിന്റെ വരവിനെ ഇടതു വിമർശനം തടയുമോ? വയനാട് സീറ്റിനെ ചൊല്ലി കോൺഗ്രസിനെതിരെ സമസ്ത. സിദ്ദിഖിന് അർഹമായ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് സമസ്തയെ ചൊടിപ്പിച്ചത്. സ്ഥാനാർത്ഥി പട്ടികയിൽ അർഹമായ പ്രാതിനിധ്യം നൽകിയില്ല എന്നും സമസ്ത ആരോപിച്ചു. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് സമസ്ത സ്വാഗതം ചെയ്യുമ്പോഴും അതിനായി മുസ്ലിം വിഭാഗത്തിനായി നൽകിയ സീറ്റ് ഏറ്റെടുത്തതിലാണ് സമസ്തയുടെ പ്രതിഷേധം. മുസ്ലിം ലീഗിൻ്റെ 2 ആളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പ്രാതിനിധ്യം കോൺഗ്രസ് കുറക്കുന്നത് ശരിയല്ലല്ലോ. കോൺഗ്രസിൽ കൂടുതൽ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ കൂടുതലുണ്ട്. ആത്മാർത്ഥമായി വോട്ട് ചെയ്യുന്നവരൊക്കെ മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്, എല്ലാ മണ്ഡലത്തിലും ഉണ്ട്.
അപ്പോൾ അതിൻ്റേതായ ഒരു പ്രാതിനിധ്യം കൊടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് എപ്പോഴും പിന്നിൽ തന്നെയാണ് ഉള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുസ്ലിം സമുദായത്തിന് അർഹമായ പരിഗണന നൽകിയില്ല. മുസ്ലിം വിഭാഗത്തിലെ 2 പേർക്ക് മാത്രമാണ് കേരളത്തിൽ സീറ്റ് നൽകിയത്. അതിൽ ഒരെണ്ണം ഏറ്റെടുക്കുമ്പോൾ പരിഹാരമുണ്ടാക്കുവാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും ഉമർ ഫൈസി പറഞ്ഞു. പകരമായി ഇവിടുത്തെ 2 മുസ്ലിം പ്രതിനിധികൾ എന്ന് പറയുന്നത് തെറിച്ചു പോകുന്ന ഒരവസ്ഥ വരുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പീഡനം സഹിക്കപ്പെടുന്ന ഒരു കക്ഷി എന്ന നിലയ്ക്ക്, ഒരു സമൂഹം എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾക്ക് അത് പൊറുപ്പിക്കാൻ കഴിയുന്നില്ല. അതിന് പ്രതിവിധി ഉണ്ടാക്കേണ്ടതും കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. രാജ്യത്ത് മുസ്ലിങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതിനിടയിലാണ് നൽകിയ സീറ്റ് ഏറ്റെടുത്തത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് അതിന് പ്രതിവിധി ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഉമർ ഫൈസി വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി കൈകോർക്കാൻ സാധ്യതയേറെ. ഇതു സംബന്ധിച്ച് തീരുമാനം ഇന്നുണ്ടായേക്കും. ഡൽഹിയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി PC ചാക്കോ ഇന്ന് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. AAPയും കോൺഗ്രസും സഖ്യമില്ലാതെ മത്സരിച്ചാൽ ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിലും BJP അനായാസ ജയം നേടുമെന്നാണ് 2 പാർട്ടികളുടെയും വിലയിരുത്തൽ. ഒരുമിച്ച് നിന്നാൽ എല്ലാ സീറ്റുകളിലും BJPയെ തറപറ്റിക്കാമെന്നും അവർ കരുതുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തൂത്തുവാരിയ AAPയുമായി സഖ്യം പറ്റില്ലെന്ന നിലപാടാണ് PCC അധ്യക്ഷ ഷീല ദീക്ഷിത്തിന്. ഇതാണ് സഖ്യം വൈകിപ്പിക്കുന്നത്. എതിർപ്പ് അറിയിച്ചവരും ഹൈക്കമാൻഡ് എടുക്കുന്ന അന്തിമ തീരുമാനം അനുസരിക്കുമെന്ന് PC ചാക്കോ. ഡൽഹിയിലെ 7 സീറ്റുകളും രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അത് BJPക്ക് പോകുന്നൊരവസ്ഥ ഒഴിവാക്കേണ്ടതാണ്. അതാണ് രാഷ്ട്രീയമായ വിവേകം. പ്രവർത്തകരുടെ അഭിപ്രായമറിയാൻ ശക്തി ആപ്പ് വഴി കോൺഗ്രസ് നടത്തിയ സർവേയിൽ ഭൂരിപക്ഷം പേരും സഖ്യത്തിന് അനുകൂലമായാണ് പ്രതികരിച്ചത്. 2 പാർട്ടികളും 3 സീറ്റുകൾ വീതം പങ്കിട്ടും 1 സീറ്റിൽ പൊതുസമ്മതനെ നിർത്തിയും സഖ്യമാകാമെന്ന ആം ആദ്മി പാർട്ടിയുടെ നിർദ്ദേശം കോൺഗ്രസിനും സ്വീകാര്യമെന്നാണ് സൂചന. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. തലസ്ഥാന നഗരത്തെ ഞെട്ടിച്ച് വീണ്ടും കൊലപാതകം. തിരുവനന്തപുരം ബാട്ടൺ ഹില്ലിൽ അനിൽ എന്ന SP അനിലിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. രാത്രി 11ഓടെയാണ് സംഭവം. നിരവധി കേസുകളിൽ പ്രതിയായ ജീവനാണ് അനിയെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? മൃതദേഹം ഇപ്പോൾ എവിടെയാണ്? പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം ബാത്തൂരിൽ ഗുണ്ടുകാട് സ്വദേശിയായ അനിൽകുമാറിനെ രാത്രി 11 മണിയോടുകൂടി ആ പ്രദേശത്ത് തന്നെ വെട്ടേറ്റ നിലയിൽ സുഹൃത്തുക്കൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പ്രദേശവാസികളാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ നേരത്തെ ഉണ്ടായിരുന്ന ഗുണ്ട വിഭാഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന കുടിപ്പകയാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശവാസിയായ ജീവനാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. മീന. ശരി ഉമേഷ്. ഗുണ്ടാ സംഘങ്ങളാലും ഗുണ്ടാ ആക്രമണങ്ങളാലും കുപ്രസിദ്ധമാണ് തലസ്ഥാന നഗരം. അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒരിടവേളയുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും സംഘങ്ങൾ സജീവമായിരിക്കുകയാണ്. അടുത്തിടെ 3 കൊലപാതകങ്ങളാണ് നഗരത്തിലുണ്ടായത്. ഇന്നലെ കൊലപാതകമുണ്ടായത് നഗരഹൃദയത്തോട് ചേർന്ന ബാട്ടൺ ഹില്ലിൽ. ഗുണ്ടാ സംഘങ്ങൾ വീണ്ടും സജീവമായതോടെ ശക്തമായ നടപടികൾ എടുക്കുന്നു എന്നാണ് പോലീസ് ആണയിട്ട് പറയുന്നത്. ആദ്യ കൊലപാതകം ഉണ്ടായപ്പോൾ തന്നെ ഇത് പറഞ്ഞു പോലീസ്. രണ്ടാമതും മൂന്നാമതും കൊലപാതകമുണ്ടായി. ഇന്ന് നേരം പുലർന്നപ്പോൾ നഗരം കേട്ടത് 3ാമത്തെ ഗുണ്ടാ കൊലപാതകത്തെക്കുറിച്ചാണ്. മുത്തൂർ പോൾ എം ജോർജ് കൊലപാതകത്തോടെയാണ് തലസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങളെക്കുറിച്ച് കേരളം കേട്ടു തുടങ്ങിയത്. ഇന്നും ഈ സംഘങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സജീവമാണെന്നും കുടിപ്പക തീർക്കാൻ ചോരക്കൊതിയുമായി ഇവർ കാത്തിരിക്കുകയാണെന്നുമാണ് ഓരോ സംഭവങ്ങളും വ്യക്തമാക്കുന്നത്. തലസ്ഥാനത്തെ ഗുണ്ടാ വിളയാട്ടം പോലീസിന്റെ വീഴ്ചയാണോ? കേരളം ഇന്ന് സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്ന് ഇതായിരിക്കും. തലസ്ഥാനത്തെ ഗുണ്ടാ വിളയാട്ടം പോലീസിന്റെ വീഴ്ചയോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 66158881. വിഷയം ഒരിക്കൽ കൂടി, തലസ്ഥാനത്തെ ഗുണ്ടാ വിളയാട്ടം പോലീസിന്റെ വീഴ്ചയോ? കരമന അനന്തു കൊലക്കേസിൽ പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. അനന്തുവിനെ കൊലപ്പെടുത്തിയ 1ാം പ്രതി വിഷ്ണു, തട്ടിക്കൊണ്ടുപോയ 3ാം പ്രതി ബാലു എന്നിവർ ഉൾപ്പെടെ 4 പേരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചത്. കേസിൽ പ്രതി ചേർത്ത 14 പേരെയും പോലീസ് പിടികൂടി. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് അനന്തുവിന്റെ അമ്മ DGPക്ക് പരാതി നൽകി.
പെരിയ ഇരട്ടക്കൊലക്കേസിൽ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ആയുധങ്ങൾ കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ പരിശോധന നടത്തും. ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യപ്രകാരമാണ് നടപടി. കേസിൽ 3 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. പെരിയ ഇരട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതിയും CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ പീതാംബരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യ അന്വേഷണ സംഘം കണ്ടെത്തിയ ആയുധങ്ങളാണ് ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ വിദഗ്ധ പരിശോധന നടത്തുക. പൊട്ടക്കിണറ്റിൽ നിന്നും വടിവാളും ഇരുമ്പ് ദണ്ഡുകളുമാണ് കണ്ടെടുത്തത്. ആയുധങ്ങൾ കൃത്യത്തിന് ഉപയോഗിച്ചതാണെന്ന് ഉറപ്പിക്കാൻ വിദഗ്ധ പരിശോധനയ്ക്ക് അനുമതി നൽകണമെന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ഹൊസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ N. ഗോപാലകൃഷ്ണപിള്ള കോടതിയിലെത്തി ആയുധങ്ങൾ പരിശോധിക്കും. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ശരീരത്തിലേറ്റ മുറിവുകൾ സംബന്ധിച്ച റിപ്പോർട്ടിൽ നിന്നും ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ഇതുറപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 പേരാണ് അറസ്റ്റിലായത്. കൊലയിൽ പങ്കാളിയായ CITU പ്രവർത്തകൻ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. സംഭവം നടന്ന് 3 മാസത്തിനകം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 കാസർഗോഡ്. ന്യൂസിലൻഡ് ഭീകരാക്രമണത്തിൽ മരിച്ച കൊടുങ്ങല്ലൂർ സ്വദേശി അൻസി ബാബിയുടെ മൃതദേഹം കൊടുങ്ങല്ലൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പുലർച്ചെ 3:30ഓടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം നോർക്കയുടെ എമർജൻസി ആംബുലൻസ് വഴിയാണ് വീട്ടിലെത്തിച്ചത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഇപ്പോൾ അൻസിയുടെ മൃതദേഹം എവിടെയാണുള്ളത്? സംസ്കാരം എപ്പോൾ നടക്കും? ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം സ്വദേശമായ കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുപോയി. ഇവിടെ അൻസിയുടെ ഭർത്താവ് നാസറിന്റെ വീട്ടിലാണ് ആദ്യം എത്തിച്ചത്. ഇവിടെ അല്പസമയം ചെലവഴിച്ച് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതിനു ശേഷമായിരിക്കും തുടർന്ന് അൻസിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനുശേഷം രാവിലെ കൊടുങ്ങല്ലൂർ കമ്മ്യൂണിറ്റി സെന്ററിൽ രാവിലെ 9 മണി മുതൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 10 മണിവരെയാണ് പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരവും മറ്റുള്ളവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇതിനുശേഷം ഏതാണ്ട് 11 മണിയോടുകൂടി ചേരമൻ പള്ളിയിലെ കൊടുങ്ങല്ലൂർ ചേരമൻ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹത്തിൽ ബന്ധുക്കൾ ചേർന്ന് ആണ് ഏറ്റുവാങ്ങിയത്. ഈ ജില്ലയിലെ MLA-മാരായ അൻവർ സാദത്ത്, അതോടൊപ്പം തന്നെ ഹൈബീഡൻ തുടങ്ങിയ എല്ലാവരും തന്നെ ഇവർക്ക് ബന്ധുക്കൾക്ക് ഒപ്പം ഉണ്ടായിരുന്നു. തുടർന്നാണ് കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുപോയത്. 9:30 മണിയോടുകൂടിയാണ് പൊതുദർശനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമീന. ശരി ഡാനി. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത ജാഗ്രത തുടരുന്നു. ഇന്ന് 5 ജില്ലകളിൽ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. 2 ആഴ്ചക്കിടെ 100-ലധികം പേരാണ് സൂര്യാതപമേറ്റ് ചികിത്സ തേടിയത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ കനത്ത ചൂട് തുടരും. ഇവിടെ താപനില ശരാശരിയിൽ നിന്ന് 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഇന്നും നാളെയും ഈ സാഹചര്യം തുടരും. തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 3 ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ സൂര്യാഘാതമേറ്റ് 2 പേർ മരിച്ചിരുന്നു. 2 ആഴ്ചക്കിടെ 100-ലധികം പേരാണ് ചികിത്സ തേടിയത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വളരെയേറെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ കാലാവസ്ഥക്കനുസരിച്ച് എല്ലാം ക്രമീകരിക്കാൻ ആളുകൾ പഠിക്കണം. അതിന് എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. രാവിലെ 11 മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും കരുതണം. കാപ്പിയും ചായയും പകൽ സമയം ഒഴിവാക്കണം. തൊഴിൽ മേഖലയിൽ കൊണ്ടുവന്ന സമയക്രമീകരണങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കു നൽകിയ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണം. വരൾച്ച മുൻകരുതൽ നടപടികൾക്കായി ജില്ലാ കളക്ടർമാർക്ക് 50 ലക്ഷം രൂപ വീതം നൽകി. സംസ്ഥാനത്ത് 4467 വാട്ടർ കിയോസ്കറുകൾ സ്ഥാപിച്ചു. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ കർഷകർക്കും ശാസ്ത്ര സമൂഹത്തിനും ആശങ്ക. വേനൽ തുടങ്ങുമ്പോൾ തന്നെ കടുത്ത ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്.
മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ ചെരുവിലുള്ള വയനാട്ടിലെ കാലാവസ്ഥയെ കർണാടകയിൽ നിന്നുള്ള വരണ്ട കാറ്റ് കാര്യമായി ബാധിക്കുന്നുണ്ട്. വരണ്ട കാറ്റിനെ തടഞ്ഞു നിർത്തിയിരുന്ന മുളങ്കൂട്ടങ്ങൾ നശിച്ചതും ചൂട് വർദ്ധിക്കാൻ കാരണമായി. 7 വർഷം മുമ്പ് വരെ 27 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന താപനില 33 ഡിഗ്രിയായി വർദ്ധിച്ചു. നെൽവയലുകൾ കുറഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനത്തിനു ആക്കം കൂട്ടി. 30,000 ഹെക്ടർ നെൽവയലുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 8,000 ഹെക്ടറേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ മലകളും വെജിറ്റേഷനും ഉള്ള ഒരു പ്രദേശമാണ് വൈത്തിരി താലൂക്ക് എന്ന് പറയുന്നത്. ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ചെമ്പ്രമലയുണ്ട്, മണിക്കുന്ന് മലയുണ്ട്, മറ്റേ സുഗന്ധഗിരിയുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇവിടത്തെയൊക്കെ വെജിറ്റേഷൻ നമ്മൾ ഒരു പരിധിവരെ ഇതിനെ തടഞ്ഞു നിർത്തിയിരുന്നെങ്കിലും അതിനെയും കൂടെ മറികടന്നുകൊണ്ട് ചുടുകാറ്റ് ഈ പ്രദേശത്തേക്കും കൂടെ കൽപ്പറ്റ ഉൾപ്പെടുന്ന ഭാഗത്തേക്കും കൂടെ കടന്ന് എത്തുന്ന അവസ്ഥ നമുക്ക് ഇപ്പം തന്നെ കാണാൻ വേണ്ടി പറ്റും. ചൂട് വർദ്ധിക്കുന്നത് കാർഷിക വിളകളെയും ബാധിക്കുന്നുണ്ട്. വിളകളിലെ രോഗപ്രതിരോധ ശേഷിയും കീടങ്ങളെ ചെറുക്കാനുള്ള ശേഷിയും നഷ്ടമാകുന്നത് കർഷകരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സൂര്യതാപമേൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം ജില്ലാ ഭരണകൂടം ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. സമീപകാല ചരിത്രത്തിലൊന്നുമില്ലാത്ത വിധം കേരളം ചുട്ടുപൊള്ളുകയാണ്. വേനൽ അതികഠിനമായി. സൂര്യരശ്മികൾ മനുഷ്യനെ പൊരിവെയിലത്ത് വീഴ്ത്തുന്നു. ഇക്കുറി ചൂടേറിയ വേനൽക്കാലമായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. മാർച്ച് പാതി കഴിഞ്ഞപ്പോഴേ അത് അക്ഷരം പ്രതി ശരിയായി. 2 ആഴ്ചക്കിടെ 100-ലേറെ പേർ സൂര്യാഘാതമേറ്റ് ചികിത്സ തേടിയെന്നത് കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമാണ്. കൊടും പ്രളയത്തിന് ശേഷം കൊല്ലുന്ന വേനലാണ് വന്നിരിക്കുന്നത്. ആർക്കും തടയാൻ കഴിയുന്നതല്ല ഒരു പ്രകൃതി പ്രതിഭാസവും. വെയിലിന് പിന്നാലെ കാത്തിരിക്കുന്നത് കൊടും വരൾച്ചയാണ്. മുൻകരുതലുകൾ സ്വീകരിക്കുകയും ജലം പാഴാക്കാതിരിക്കുകയുമാണ് ഏക പോംവഴി. കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് പ്രധാന വില്ലൻ. മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല കാര്യങ്ങളൊന്നും. മുൻകരുതൽ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഓരോരുത്തരും അതീവ ഗൗരവമായി കാണണം. യഥാർത്ഥ വേനൽ വരാനിരിക്കെ മലയാളികൾക്ക് മുന്നിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ: ഈ ചൂട് എങ്ങോട്ട്? പെരുമ്പാവൂർ ബദേൽ സുലോക്കോ പള്ളിയിലെ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം പരിഹരിക്കാൻ ഇന്ന് കൊച്ചിയിൽ ചർച്ച. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. അതേസമയം പള്ളി തർക്കത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഓർത്തഡോക്സ് സഭ അടിയന്തര സുന്നഹദോസും മാനേജിംഗ് കമ്മിറ്റി യോഗവും ഇന്ന് ചേരും. പള്ളിത്തർക്കത്തിൽ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ സഭ സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് ഇന്ന് കോട്ടയത്ത് ഉപവാസം നടത്തും. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കരുതെന്നാവശ്യപ്പെട്ട് തിരുനക്കരയിൽ രാവിലെ 10 മുതൽ 5 വരെയാണ് ഉപവാസം. സുപ്രീംകോടതി വിധി ഓർത്തഡോക്സ് സഭ തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്ന് യാക്കോബായ സഭ ആരോപിക്കുന്നു. സർക്കാർ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി വിളിച്ച ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന് പ്രശ്നം സങ്കീർണമാക്കാനാണ് മറുവിഭാഗത്തിന്റെ ശ്രമമെന്നും സഭ കുറ്റപ്പെടുത്തി. KSRTCയുടെ പുതിയ MD MP ദിനേശിനെതിരെയും പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ. ഷെഡ്യൂളുകൾ വെട്ടിച്ചുരുക്കുന്നതും എംപാനലുകാർക്ക് കൂടുതൽ ഡ്യൂട്ടി നൽകുന്നത് തടഞ്ഞതുമാണ് യൂണിയനുകളെ പ്രകോപിപ്പിച്ചത്. AITUC, INTUC യൂണിയനുകൾ MDക്കെതിരെ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് വരുമാനം കുറഞ്ഞ KSRTC ഷെഡ്യൂളുകൾ വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചത്. കോടതി വിധി കാരണം ജോലി നഷ്ടമായ എംപാനലുകാരെ ലീവ് വേക്കൻസികളിൽ നിയമിക്കുന്നത് കോഴിക്കോട് സോണലിൽ നടപ്പാക്കേണ്ട എന്നും തീരുമാനിച്ചിരുന്നു. ഇത് രണ്ടും അംഗീകരിക്കാനാകില്ലെന്നാണ് തൊഴിലാളി സംഘടനകളുടെ നിലപാട്. അതുകൊണ്ടുണ്ടാകുന്ന ലാഭം ആർക്കാണ്? സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്കോ അല്ലെങ്കിൽ സ്വകാര്യ ബസ് സർവീസ് മുതലാളിമാർക്കോ അതല്ലെങ്കിൽ സമാന്തര മാഫിയ നേതൃത്വം കൊടുക്കുന്നവർക്കോ ഒക്കെ ഉപകാരപ്രദമാകുന്ന നിലയിൽ KSRTC റോഡിൽ നിന്ന് ഒഴിവായി കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരു ഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. എംപാനൽ ജീവനക്കാർക്ക് ജോലി ലഭിക്കാതിരിക്കാനാണ് ഷെഡ്യൂളുകൾ വെട്ടിച്ചുരുക്കാൻ മാനേജ്മെന്റ് നിർദ്ദേശിച്ചതെന്ന് INTUC ആരോപിച്ചു. ഈ മാസം 30-ന് INTUC ഡിപ്പോകൾക്ക് മുന്നിൽ ധർണ നടത്തും. CITU മാനേജ്മെന്റിനെ അതൃപ്തി അറിയിച്ചു. യൂണിയനുകളുമായി ഇടഞ്ഞ ടോമിൻ തച്ചങ്കരിയുടെ കസേര തെറിച്ച ഒഴിവിലാണ് പുതിയ MD MP ദിനേശ് നിയമിതനായത്. അദ്ദേഹത്തിനും ഇപ്പോൾ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ടോമിൻ തച്ചങ്കരിയെ തൊഴിലാളി യൂണിയനുകൾ സൂപ്പർ ഫാസ്റ്റ് വേഗത്തിൽ പറപ്പിച്ചപ്പോഴാണ് IPSലെ സൗമ്യമുഖമായ MP ദിനേശ് KSRTCയുടെ തലപ്പത്തെത്തിയത്. ഇപ്പോൾ അതേ തൊഴിലാളി യൂണിയനുകൾ വീണ്ടും വാളെടുത്തിരിക്കുന്നു. MP ദിനേശിനെതിരെ സ്വന്തം നിലയിൽ ശമ്പളം കൊടുക്കാറായ കോർപ്പറേഷനിൽ MP ദിനേശ് എത്തിയപ്പോഴും ലക്ഷ്യം ലാഭം തന്നെയായിരുന്നു. നഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് കടക്കൽ കത്തിവെക്കുക എന്ന രീതിയിലെ പ്രവർത്തനം, അതും യൂണിയനുകൾ എതിർക്കുന്നു. മലയാളി എന്നും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത്: KSRTCയെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലേ? ഇനി ലോകവാർത്തകളിലേക്ക്.
2016 US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റഷ്യയുമായി ചേർന്ന് ട്രംപ് ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് റോബർട്ട് മുള്ളർ കമ്മീഷൻ റിപ്പോർട്ട്. തെളിവുകൾ ട്രംപിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്താൻ പര്യാപ്തമല്ല എന്നും കമ്മീഷൻ വ്യക്തമാക്കി. കമ്മീഷൻ റിപ്പോർട്ട് ട്രംപിന് വലിയ നേട്ടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരള ഹൈക്കോടതി നിയമിച്ച ശബരിമല നിരീക്ഷണ സമിതിക്കെതിരെ സർക്കാർ നൽകിയിരിക്കുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ട്രാൻസ്ഫർ പെറ്റീഷനും പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ RV ബാബു നൽകിയ ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് ദീപക് ഗുപ്ത എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജി ഫെബ്രുവരി 6 വാദം കേട്ട് വിധി പറയാനായി ഭരണഘടനാ ബെഞ്ച് മാറ്റിയിരുന്നു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി എപ്പോൾ ഉണ്ടാകുമെന്ന് വ്യക്തമല്ല.